നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ആയുസ്സിൽ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് തരുന്ന ഉപകാരങ്ങൾ, നന്മകൾ, വാഗ്ദത്തങ്ങൾ, ഇവയൊക്കെ നാം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നുമില്ലാത്ത വലിയ സന്തോഷവും ആത്മധൈര്യവും നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ആത്മതലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ ദൈവത്തോട് നന്ദി പറയുകയും നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, 30-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യവും, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. എന്താണ് ഇങ്ങനെ പറയുവാൻ കാരണം? തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, തൻ്റെ രട്ടഴിച്ച തൻ്റെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും തൻ്റെ ജീവിതത്തിൽ നൽകിക്കൊടുത്ത ദൈവത്തെ സ്തുതിക്കുവാൻ താൻ മറന്നു പോകുന്നില്ല. 10 കുഷ്ഠരോഗികൾ പോകയിൽ സൗഖ്യമായി. ഒരുവൻ കടന്നു വന്ന് കർത്താവിൻ്റെ മുമ്പാകെ കവിണ്ണു വീണ് അവൻ ദൈവത്തിന് നന്ദി പറയുവാനിടയായി. അന്ന് കർത്താവ് ചോദിച്ചു, ഞാൻ 10 പേരെയല്ലേ സൗഖ്യമാക്കിയത്, 9 പേരെവിടെ? ഈ ഒരു അന്യജാതിക്കാരൻ മാത്രമേ തൻ്റെ അടുക്കൽ നന്ദി പറയുവാൻ കടന്നു വന്നുള്ളല്ലോ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. നമ്മൾ മൗനമായിരിക്കുവാനുള്ളവരല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ വർണ്ണിക്കുവാനും അത് ദൈവത്തെ സ്തുതിക്കുവാനും അത് അനേകർക്ക് വിശ്വാസത്തിനും അനേകർക്ക് ദൈവാശ്രയത്തിനും അനേകർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും അത് ദാനം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ദിവസങ്ങൾ നാം മൗനമായിരിക്കാനുള്ളവരല്ല. ദൈവത്തെ സ്തുതിക്കുവാനും അതുപോലെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്ക് ചില പ്രതിസന്ധികളിലൂടെ ചില വിഷമങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നാം വളരെ ദൈവത്തോടടുത്ത് നിൽക്കുകയും അനേകരുടെ പ്രാർത്ഥന സഹായങ്ങൾ നാം ആവശ്യപ്പെട്ടുകൊണ്ട് അനേകരുടെ പ്രാർത്ഥന സപ്പോർട്ടോടുകൂടെ നാം മുന്നോട്ട് പോകുമെന്നാൽ നമുക്ക് വിടുതലും അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നാം അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അത് തികച്ചും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് ദൈവം തരുമ്പോൾ, അത് ലഭിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കൂടെ നിന്നവരിൽ നിന്നൊക്കെ അകന്നു മാറുന്നത് തികച്ചും ദൈവത്തോടുള്ള നന്ദികേടാണ്. ഒരിക്കലും നമ്മൾ നന്ദി കെട്ടവരായി തീരരുത്. നമുക്ക് ദൈവം തരുന്ന ഓരോ ദിവസങ്ങളും, നമുക്ക് ദൈവം തരുന്ന ഓരോ സമയങ്ങളുമൊക്കെ അത് മൗനമായിരിക്കാതെ ദൈവത്തിനെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ഈ നാളുകൾ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അത് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.